ഹലോ നമസ്തേ, കഫ്രീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പുതിയ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്താണ്? നമ്മുടെ ലാലറ്റിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഋഷഭ, അതിന്റെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. അപ്പ വീഡിയോ സോങ്. അപ്പൊ അതൊന്ന് കേട്ട് നോക്കാം. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പൊ നമുക്ക് കണ്ടുനോക്കാം. ഇമോഷണൽ ആണല്ലേ ഇടാ. ഓ അച്ഛനും മോനും എടാ നൈസടാ. ഓ പിന്നെ പഴയ വിന്റേജ് ലാല് തുടരുമില്ല ആദ്യം കാണിക്കും പോലെ. എന്തോ ഓ എന്തൊരു ചെറുപ്പടാ. അച്ഛനും മോനും ഒരു ഫീൽ ഗുഡ് അല്ല, ഇമോഷണൽ ബോണ്ട് അവര് തമ്മിലുള്ള. നല്ല പാട്ട്, ഡബിങ് ആണ് എന്നാലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ മോനെ പാവം. സാംസിയസ്, വിനായക്, മധു ബാലകൃഷ്ണൻ. അതാണല്ലോ ശബ്ദം കേട്ടപ്പോ അറിയാം. വിജയ് കുമാർ, നന്ദിത സിംഗ്. ഫുള്ള് കാറിനകത്താണ്. എനിക്ക് കാറിന്റെ മറ്റേ ബ്രോഡ് അടിയില അതൊക്കെയാണ് ഓർമ്മ. അച്ഛനും മോനും തമ്മിലൊക്കെ ആ ഒരു ബോണ്ട്. ലുക്കും മോൻ മരിക്കുവോ ഇനി എന്തോ അങ്ങനത്തെ എന്തോ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു. ഓ ഭയങ്കര ഇമോഷൻ, ഭയങ്കര എക്സ്പ്രസീവ് അല്ലേ മോന്. മെന്റലായ വിശാൽ, ഋഷഭ, മോഹൻലാൽ. ഡിസംബറിൽ തന്നെ ക്രിസ്മസിന് തന്നെ. കൊള്ളാം, നല്ല ഇമോഷണൽ ആ സാധനം ഉണ്ട്. ഇതിപ്പോ മറ്റേ തുടരൂലാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആ ഒരു സാധനം നല്ല ഇത് പാൻ ഇന്ത്യ സിനിമയാണ്. അപ്പൊ മലയാളത്തിലും അവരുടേതായ ഇത് വെച്ചിട്ട് എന്താണ് മ്യൂസിക് ഒക്കെ സൂപ്പറായിട്ട്. നമുക്ക് മലയാളത്തിൽ തന്നെ ഇത് വരുമ്പോഴത്തേക്ക് നല്ല ഫീലുണ്ട്. കഥ നമ്മള് ഒരു സമയത്ത് നമ്മള് പ്രൊഡിക്ട് ചെയ്തിരുന്നു, ഓർമ്മ ഉണ്ട് ആ സ്റ്റോറി. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ആ പ്രൊഡിക്ഷനും കൂടെ നിങ്ങളൊന്ന് കാണാം. അന്ന് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ജസ്റ്റ് ആ പ്രൊഡിക്ഷനും കൂടെ നിങ്ങൾ കണ്ടുവയ്ക്കുക. ഏകദേശം ആ സ്റ്റോറി ആവുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരു ടൈം ട്രാവൽ പോലും അച്ഛനും മോനും പിൽക്കാലത്ത് ഒരു പിൽക്കാലത്ത് ഇത് പിന്നെ പ്രസന്റ് അത് തന്നെ. അതായത് ശത്രുക്കൾ അച്ഛനും മോനുമായ എങ്ങനെ ഇരിക്കും, സിമ്പിൾ ആയിട്ട് പറഞ്ഞ അത്രേ ഉള്ളു സ്റ്റോറി. അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ മലയാളത്തിന്റെ മധു ബാലകൃഷ്ണനാണ് പാടിയിരിക്കുന്നത്. നല്ല ഫീൽ ആയിട്ട് അത് പാടിയിട്ടുണ്ട്. ഓ നല്ലൊരു ഗാംഭീര്യവും നല്ലൊരു സോഫ്റ്റ്നെസ്സും വെറുതെ പാടിയ തന്നെ കേട്ടിരുന്നു. അതാണ് കഴിവ്. പിന്നെ ലാലേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ലോ. പിന്നെ ലാസ്റ്റ് ഒക്കെ ഇതിനകത്ത് മറ്റേ എക്സ്പ്രസീവ് ഐസ് എപ്പോഴും കണ്ണിലാണ് ആ ഇമോഷൻ മൊത്തം ഇരിക്കുന്നത്. അതങ്ങനെയാണ്, കരയുമ്പോൾ പോലെ നമ്മളും കരഞ്ഞു പോകും. അപ്പൊ അത്രയൊക്കെ ഉള്ളു അല്ലേ. അപ്പൊ അതൊക്കെയാണ്. മ്യൂസിക് സൂപ്പറായിരുന്നു. അപ്പൊ പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. റിവ്യൂ ഒക്കെ നമ്മൾ ഇടും ഡിസംബറിൽ തന്നെ. പിന്നെ അപ്പൊ അത്രയൊക്കെ ഉള്ളു. അപ്പൊ പുതിയ സിനിമാന്റെ വിശേഷങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ സിനിമാന്റെ വിശേഷങ്ങളുമായി കഫ്രീസ് വരാൻ ലൈൻ കട്ട്.